नमस्ते बच्चों, सभी को स्वागत है स्टडी टेबल में। मैं एंजലിറ്റ്। आज हम देखेंगे अकाल और उसके बाद। ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്ന എന്താണ്? അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയാണ്. ഓക്കെ, എന്താണ് അകാൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷാമകാലം. ഓക്കെ, ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷാമകാലത്തിന് ശേഷമുള്ള കാലം. ഓക്കെ, ഇത് ആരുടെ കവിതയാണ്? നാഗാർജുന്റെ കവിതയാണ്. നമ്മൾ ഈ കവിതയിൽ എന്താണ് കാണുന്നത്? ഇതിൽ ക്ഷാമകാലത്തിന്റെ ആ ഒരു ദയനീയമായ അവസ്ഥയും അതേപോലെ ക്ഷാമകാലത്തിന് ശേഷമുള്ള സന്തുഷ്ടമായ കാലത്തിന്റെ ഒരു ചിത്രവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൈ ദിനോ തക് ചൂല രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോ തക് ലഗി ഭീത് पर छिपकलियों की गश्त, കൈ ദിനോ തക് ചൂഹോ की भी हालत रही शिकस्त. ഈ ആദ്യത്തെ 4 വരികൾ നമ്മൾ എന്താ കാണുന്നത്? ക്ഷാമകാലത്തിന്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കൈ ദിനോ തക്, ഏറെ നാളുകൾ ഈ 4 വരികൾ കാണിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? ചുല്ല രോയ. ചുല്ല എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പ്. ക്ഷാമകാലത്ത് എന്ത് സംഭവിച്ചു? അടുപ്പ് കരയുകയായിരുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ എന്താ? തിരികല്ല്. നമ്മൾ അരയ്ക്കുന്ന തിരികല്ല്. തിരികല്ലിന് എന്താണ്? ഭയങ്കര വിഷമമായിരുന്നു, ദുഃഖമായിരുന്നു. എന്താണ് കാരണം? കാരണം ക്ഷാമകാലത്ത് വീട്ടിൽ എന്തില്ല? അതെ, അടുപ്പ് കത്തിക്കണമെങ്കിൽ എന്തില്ല? ആഹാരം വെക്കണമെങ്കിൽ എന്തില്ല? അതിനുള്ള ഭക്ഷ്യവസ്തുക്കളൊന്നും വീട്ടില് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ തിരികല്ല് അരയ്ക്കണമെങ്കിൽ അതിനുള്ള യാതൊരു സാധനങ്ങളും ഇല്ല. അതുകൊണ്ട് തിരികല്ലിനും വിഷമമാണ്. അതേപോലെ ചുല്ല കരയുകയാണ്. കൈ ദിനോത്ത കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറെ ദിവസം കൊണ്ടേ എന്ത് പറ്റുമോ? കുറെ നാൾ കൊണ്ടേ കാനി കുത്തിയ, അതായത് ഒറ്റ കണ്ണുള്ള ആ കുത്തിയ എന്ന് പറയുമ്പോൾ പെൺപട്ടിയാണ്. ഓക്കെ, ആ പെൺപട്ടി എന്ത് ചെയ്യാണ്? അതിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കുക. എവിടെ കിടക്കുന്നത്? അടുപ്പിനും തിരികലിനും അടുത്തായി വീട്ടിലെ ആ ഒറ്റ കണ്ണി പട്ടി ദിവസങ്ങളായി കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ കാണുന്നത് ഇവിടെ? കൈ ദിനോ തക് ലഗി ഭീത് पर छिपकलियों की गश्त. കുറെ നാളുകൊണ്ടേ വേറെന്ത് കാണുന്നുണ്ട് ഇവിടെ? ഭിത്തിയിലൂടെ പല്ലികൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. ഓക്കെ, കൈ ദിനോ തക് ചൂഹോ की भी हालत रही शिकस्त. അതായത് ദിവസങ്ങളായി എലികൾക്കും എന്തില്ല? ആഹാരം ഒന്നും കിട്ടാനില്ല. അവരുടെ കാര്യം ഈ അവസ്ഥ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ആ ഒരു ക്ഷാമകാലത്ത് ആർക്കൊക്കെയാണ് വിഷമം ഉണ്ടായത്? അടുപ്പിന് കരച്ചിലാണ്. കാരണം അടുപ്പിൽ കത്തിക്കാനോ വേവിക്കാനോ ഒന്നും യാതൊരു ഭക്ഷ്യവസ്തുക്കളും ഇല്ല. അതേപോലെ ചക്കി, തിരികലിന് വിഷമമാണ്. അരയ്ക്കാനൊന്നും ഒരു സാധനവും വീട്ടിലില്ല. പിന്നെന്ത് പറ്റി? യാതൊരു ഫുഡോ ഒന്നും, ഒരു ആഹാരം ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ആ ഒറ്റക്കണ്ണി പെൺപട്ടി എന്ത് പറ്റി? അവളും വിഷമത്തോടെ ഈ കല്ലിന്റെയും ഈ അടുപ്പിന്റെയും അടുത്തിങ്ങനെ കിടക്കുക കുറെ ദിവസം കൊണ്ട്. നോക്കി നമുക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലേ ഇവരുടെയൊക്കെ അവസ്ഥ. പിന്നെന്താ കാണിക്കുന്നത്? പല്ലികൾക്കും എന്തില്ല? ആഹാരം കഴിക്കാൻ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിത്തിക്കടെ ഇങ്ങനെ നടക്കുക. പിന്നെയോ എലികളുടെ കാര്യവും ഇതേ അവസ്ഥ തന്നെയാണ്. ഓക്കെ, ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पंखे കൈ ദിനോക്കെ ബാദ്. അതായത് ഈ 4 വരികൾ നമ്മൾ എന്താ കാണുന്നത്? ക്ഷാമകാലം കഴിഞ്ഞു. ഓക്കെ, സന്തോഷത്തിന്റെ ദിനങ്ങൾ വന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് എന്തൊക്കെ വന്നത്? അരിയും ഗോതമ്പും തുടങ്ങിയ എല്ലാ ധാന്യങ്ങളും വീട്ടിനുള്ളില് വന്നു. ഓക്കെ, ധാന്യം എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യങ്ങൾ. പിന്നെന്താ പറയുന്നത്? ദുവാ ഉട്ട ആംഗൻ സെ ഊപ്പർ കൈ ദിനോക്കെ ബാദ്. അതായത് വീട്ടുകാരി അടുപ്പില് തീ കത്തിച്ചു, ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്ത് പറ്റിയത്? അടുപ്പില് തീ കത്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് വന്നു? പുക. ദുവാ എന്ന് പറഞ്ഞാൽ എന്താ? പുക. ഉട്ട, പുക മുകളിലേക്ക് വന്നു തുടങ്ങി. ചമക്കുട്ടി ഘർഭർ കി ആക്കെ കൈ ദിനോക്കെ ബാദ്. അതായത് വീട്ടുകാരുടെ കണ്ണുകളില് സന്തോഷത്തിന്റെ തിളക്കം ഇപ്പൊ കാണാമായിരുന്നു. ഓക്കെ, അതേപോലെ എന്താ പിന്നെ? കൗവേനെ കുജ്ലായി പാങ്കെ കൈ ദിനോക്കെ ബാദ്. കാക്കകള് സന്തോഷം കൊണ്ട് എന്ത് ചെയ്ത്? അവരുടെ ചിറകുകൾ ഇങ്ങനെ, കുജ്ലായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ കാണുന്നത്? ഏറെ നാളുകൾക്ക് ശേഷം കൈ ദിനോക്കെ ബാദ്. കണ്ടോ, ഈ 4 വരികളുടെ അവസാനം എന്തുണ്ട് നമുക്ക് കാണാൻ പറ്റും? കൈ ദിനോക്കെ ബാദ് എന്ന ആ ഒരു വാക്ക് റിപ്പീറ്റ് ആണ് അല്ലേ. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്ത്? അവിടെയുള്ള ആളുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആ വീട്ടിലുള്ളവർക്കൊക്കെ സന്തോഷം വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പഠി ഓർ ചർച്ച കരെ. വായിക്കൂ, അതേപോലെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൈ ദിനോ തക് ചുല്ല രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. ഇവിടെ എന്താ പറയുന്നത്? അടുപ്പിന്റെ കരച്ചിലും അരകലിന്റെ ഉദാസീനതയും. ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? इससे कवि यह बताना चाहते हैं कि घर में एक भी दाना नहीं है, कई दिनों इन दोनों का कोई इस्तेमाल नहीं हुआ. അതായത് നമുക്കിവിടെ എന്ത് കാണാം? ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടില്
യാതൊരു ധാന്യമോ ഒന്നുമില്ല വീട്ടില്. അതേപോലെ കുറെ ദിവസങ്ങളായി ഇവരെ ഉപയോഗിച്ചിട്ട്, ആരെയൊക്കെയാ, അടുപ്പിനെയും തിരികലിനെയൊക്കെ ഉപയോഗിച്ചിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ വിഷമിച്ചും കരഞ്ഞും കൊണ്ടൊക്കെ ഇരിക്കുന്നത്. കൈ ദിനോ തക് ലഗി ഭീത് പർ ചിപ്കലിയോ കി ഗശ്ത്, കൈ ദിനോ തക് ചൂവോं की भी हालत रही शिकस्त, ये पंक्तियां किस हालत की ओर इशारा करती है? ഈ വരികൾ ഏത് സ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടി കാണിക്കുന്നത്? घर में कई दिनों से खाने की चीजें नहीं है, जहाँ खाना नहीं होगा वहाँ दीप जलाने के लिए तेल की भी संभावना नहीं, तो वहाँ छोटे कीड़ों का होना असंभव है. इससे छिपकली परेशान है, इसलिए वे कीड़ों को तलाशते हुए दीवार पर घूम रहे हैं. घर में कोई खाद्य वस्तु नहीं है, इससे चूहे हार गए हैं. ഇവിടെ എന്താ കാണുന്നത്, വീട്ടില് ഒന്നും ഭക്ഷണത്തിനുള്ള യാതൊരു ഭക്ഷ്യസാധനങ്ങളും ഇല്ല, അതുപോലെ ആഹാരം ഉണ്ടാക്കാൻ വേവിക്കാൻ ഒരു സാധനമില്ല. അതുകൊണ്ട് തന്നെ വീട്ടില് വിളക്ക് കത്തിക്കാൻ എണ്ണയുടെ കാര്യം ഇതേ അവസ്ഥയായിരിക്കും അല്ലേ. അപ്പൊ നോക്കി, വെട്ടമുള്ളിടത്തല്ലേ കൊച്ചു കൊച്ചു പ്രാണികൾ, ജീവികളൊക്കെ വരുന്നത്. ഈ കൊച്ചു പ്രാണികളെയും ജീവികളെയൊക്കെ അല്ലേ ആര് കഴിക്കുന്നത്? പല്ലി കഴിക്കുന്നത് അല്ലേ. പല്ലി നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ വെട്ടമോ വിളക്ക് കത്തിച്ചു വെക്കുമ്പോഴോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിന്റെ അവിടെ, ബൾബിന്റെ അവിടെ നമ്മൾ എന്ത് കാണാറുണ്ട്? പല്ലിയെ കാണുന്നുണ്ടല്ലേ. പല്ലി എന്താ ചെയ്യുന്നത്? അവിടെ ഇഷ്ടംപോലെ കൊച്ചു പക്കികളും പ്രാണികളൊക്കെ വരുന്നതിനെ ഈ പല്ലി പിടിച്ച് കഴിക്കും അല്ലേ. അപ്പം എന്താ പറയുന്നത്, ഇവിടെ ഇങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് അവിടെ വിളക്ക് കത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാണികളോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊന്നും വരാത്തത് കൊണ്ട് ആര് വിശന്നിരിക്കുക? പല്ലിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇസ്ലിയെ വേ കീടോ കോ തലാശ്തേ ഹുവേ ദിവാർ പർ ഗൂം രഹേ. അതുകൊണ്ട് ഇങ്ങനത്തെ കീടകളെ തിരക്കി നടന്നാണ്, അന്വേഷിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ആര് നടക്കുന്നത്? ഈ പല്ലികൾ നടക്കുന്നത്. ഘർമേ കോയി ഖാദ്യവസ്തു നെയ് ഹേ, ഇസ്സേ ചൂഹേ ബി ഹാർ ഗേ ഹേ. വീട്ടില് എലിക്ക് ഒന്ന് മോട്ടിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചാൽ യാതൊന്നും വീട്ടിലില്ല, ഒരു സാധനം വീട്ടിലില്ല. അതുകൊണ്ട് ആര് വിഷമോ? ആർക്കാ വിഷമം? എലികളുടെ കാര്യവും വളരെ കഷ്ടമാണ്. ഓക്കെ. दाने आए घर के अंदर कई दिनों के बाद, दुआ उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? अकाल के बाद के दिनों का चित्रण कवि ने इन पंक्तियों द्वारा किया है. अकाल के बाद घर में दाने आने पर घर के आंगन से ऊपर दुआ उठता है, मतलब चूल्हा जलने लगा है. यह घर में खाने पकाने की ओर इशारा करता है. ഇവിടെ എന്താ പറയുന്നത്? ക്ഷാമകാലത്തിന് ശേഷമുള്ള ദിവസങ്ങളുടെ ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വരികളിലൂടെ. ഓക്കെ. അകാൽ കെ ബാദ്, അതായത് ക്ഷാമകാലത്തിന് ശേഷം വീട്ടിൽ എന്ത് വന്നു തുടങ്ങി? ധാന്യം, അരിയും ഗോതമ്പും ഒക്കെ വീട്ടിൽ വന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാണാം? അടുപ്പ് കത്തിച്ചു, പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് പുക കാണണമെങ്കിൽ എന്ത് കാണണം? വീട്ടിനുള്ളിൽ അടുപ്പ് കത്തിച്ചാലല്ലേ നമുക്ക് പുറത്തേക്ക് പുക കാണാൻ പറ്റത്തുള്ളൂ. മത്ലബ് ചുല്ല ജല്ലെ, അതിന്റെ അർത്ഥം എന്താ? അടുപ്പ് കത്തിച്ചു. ഈ ഗർമെ കാനെ പക്കാനേക്ക് ഓർ ഇഷാര കർത്താ ഹെ. ഈ വരികൾ എന്താ കാണിക്കുന്നത്? വീട്ടില് ഭക്ഷണം വെച്ചു തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. കവിനെ അകാൽ ക ചിത്रण കിസ് പ്രകാർ കിയാ ഹെ ചർച്ച കരെ. കവി എങ്ങനെയാണ് ക്ഷാമകാലത്തെ ചിത്രീകരിച്ചിരിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ക്ഷാമകാലത്തുള്ളത്? അപ്പൊ എന്തൊക്കെയാണ് ക്ഷാമകാലത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത്? ഒന്ന്, ചുല്ലേക്ക രോന. രണ്ടെന്തുണ്ട്? ചക്കീക്ക ഉദാസ് രഹന അല്ലേ. പിന്നെന്തുണ്ട്? ഭീത് പർ ചിപ്കലിയോ കി ഗശ്ത്. നാലാമത് നമുക്ക് എന്തെഴുതാം? ഷിക്കസ്ത് ഹാലത് വാലെ ചൂഹെ. ഓക്കെ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചർച്ച എഴുതാൻ പറ്റും? ക്ഷാമകാലത്തെ കുറിച്ചുള്ള ചിത്രീകരണത്തിന് നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യാം? അകാൽ കെ ഭീഷൺ സമയമേ ചൂലെ रो रहे हैं, घर की दीवारों पर छिपकलियां खाना न मिलने की वजह से विवश होकर घूम रहे हैं. चक्की उदास है, मतलब कई दिनों से उसका कोई उपयोग नहीं है. चूल्हे पराजित सा हो गए हैं क्योंकि घर में दाने का अभाव ने उनके पेट भरने की आशा को निराशा बना दिया है. അതായത് നമ്മളിവിടെ എന്താ കാണുന്നത്? ഈ ക്ഷാമകാലത്തില് എന്ത് പറ്റി? ഈ വല്ലാത്ത ഈ വിഷമഘട്ടത്തില് എന്ത് പറ്റി? അതെ, അടുപ്പ് കരയുകയാണ്. അതേപോലെ വീട്ടിലെ ഭിത്തിയിൽ കൂടെ ആര് നടക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലികള് ആഹാരം കിട്ടാതെ ഓടി നടക്കുന്നു. ഓക്കെ. ചക്കി ഉദാസെ, അതായത് തിരികല്ല് വിഷമത്തിലിരിക്കുന്നു. കാരണം എന്താ? അവരെ ഉപയോഗിക്കാനുള്ള വസ്തുക്കളൊന്നും വീട്ടില് ഇല്ല. അരയ്ക്കാൻ വേണ്ടി യാതൊന്നും വീട്ടിലില്ല. ചൂഹെ പരാജിത് സ ഹോ ഗേ ഹെ. എലികളുടെ കാര്യം എങ്ങനെയാണ്? ഇത് തന്നെയാണ്. ചൂഹയ്ക്ക്, എലികൾക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല. ക്യോങ്കി ഗർമേ ദാനെ കാ അഭാവ്, കാരണം വീട്ടില് ധാന്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ അവരുടെ വയറ് നിറയും എന്നുള്ള നിരാശയാണ് അവരെല്ലാം അലട്ടുന്നത്.
കവി ने अकाल के बाद की हालत का चित्रण किस प्रकार किया है चर्चा करें. അതായത് കവി ക്ഷാമകാലത്തിന് ശേഷമുള്ള അവസ്ഥയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചർച്ച നടത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അകാൽ കെ ബാദ് ഒന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഘർ കെ അന്തർ ദാനേക്ക ആന, വീട്ടിനുള്ളിൽ ധാന്യം വന്നു അല്ലേ. വീണ്ടും ബാക്കി നമുക്ക് 3 കാര്യങ്ങൾ എന്തൊക്കെ ചേർക്കാം? ആംഗൻ കെ ഊപ്പർ ധുവേ കാ ഉട്ന, പിന്നെന്തെഴുതാം? ഘർ ഭർ കി ആക്കോ കാ ചമക് ഉട്ന. 4ാമത് കൗവേ കെ പങ്കോ കാ കുജലാന. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി എന്ത് ചർച്ച ചെയ്യാം? गिर के भीतर दाने आते हैं, घर भर की आंखें चमक उठती है. अभी भोजन बना नहीं है, लेकिन अन्न की आहट ने ही आंखों में रोशनी भर दी है. उम्मीद इसी तरह रोशनी लाती है. फिर धुआं उठता है छप्पर के ऊपर, यानी चूल्हा जल गया है. यह धुआं शुभ संकेत दे रहा है और कौवे अब अपने पंख कुजला रहे हैं. അതായത് എന്താ പറയുന്നത്? വീട്ടിൽ ധാന്യം വന്നു, വീട്ടിലുള്ള എല്ലാ ആളുകൾ ആരൊക്കെയാണ് വീട്ടിൽ താമസിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കം, സന്തോഷത്തിന് തിളക്കം കാണാം. കാരണം എന്താ? ആഹാരം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ എങ്കിലും വീട്ടിൽ ധാന്യം വന്നു അല്ലേ. ധാന്യം വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ എന്ത് കാണാം? സന്തോഷം കാണാം. പിന്നെ എന്താ പറയുന്നത്? അതെ, വീട്ടിന്റെ പുരയുടെ മുകളിലേക്കിടെ ഇങ്ങനെ പുക ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. കാരണം എന്താ? യെസ്, ഇപ്പൊ എന്ത് കത്തിച്ചിട്ടുണ്ട്? അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഈ പുക എന്തിനെയാണ് കാണിക്കുന്നത്? ശുഭമായുള്ളൊരു അവസ്ഥയുടെ ഒരു സിമ്പലാണ് എന്ത്? ഈ പുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം കാക്കകളൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ ചിറകുകളൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇപ്പൊ വന്നിങ്ങനെ നിപ്പുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ കിട്ടും എന്ന് ആർക്കറിയാം? കാക്കകൾക്കും അറിയാം. ഓക്കെ, കവിത മേ കൈ ദിനോ തക് और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है? കവിതയില് കൈ ദിനോ തക് അതേപോലെ കൈ ദിനോ കെ ബാദ് എന്നിവ ആവർത്തിച്ച് പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യവും അതേപോലെ കവിതാക്കി പ്രാസംഗികത പർ ടിപ്പണി ലിഖെ എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതയുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഈ 2 ചോദ്യത്തിന് നമുക്ക് ഒരേ ഒരു ആൻസർ എഴുതാം. എന്താണ് ആൻസർ നമുക്ക് നോക്കാം. अकाल और उसके बाद नागार्जुन की एक छोटी कविता है. इसकी पहली 4 पंक्तियों में अकाल का दृश्य है. इन पंक्तियों में कई दिनों तक दोहराया जाता है. इन 4 पंक्तियों में चूल्हा, चक्की, कानी कुतिया, छिपकलियां और चूहा पात्रों के रूप में हमारे सामने आते हैं. घर में कई दिनों से खाने के अभाव में सब विवश है. मनुष्य ही नहीं, सभी जीव जंतु खाने के अभाव में परेशान हो जाते हैं. സ്റ്റാർട്ടിംഗ് പാരഗ്രാഫ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? അകാൽ और उसके बाद എന്ന ഈ കവിത നാഗാർജുന്റെ ഒരു കുഞ്ഞു കവിതയാണ്. ഇവിടുത്തെ ആദ്യത്തെ 4 വരികൾ നമുക്ക് എന്താ കാണുന്നത്? യെസ്, ക്ഷാമകാലത്തിന്റെ ഉള്ള ചിത്രീകരിച്ചുള്ള ഭാഗങ്ങളാണ്. ഈ വരികളിൽ എന്താണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിരിക്കുന്നത്? കൈ ദിനോത്തക് എന്ന ആ ഒരു വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഈ 4 വരികളിൽ അടുപ്പ്, അതേപോലെ തിരികല്ല്, ഒറ്റക്കണ്ണി, പെൺപട്ടി, അതേപോലെ പല്ലി, പിന്നെ എലികൾ, ഇവരൊക്കെ എന്താ ഓരോ കഥാപാത്രങ്ങളുടെ രൂപം ആയിട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വീട്ടില് കുറെ ദിവസം കൊണ്ട് ആഹാര സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഒന്നുമില്ല. മനുഷ്യർ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ ജീവജന്തുക്കളും ഈ ആഹാരത്തിന്റെ അഭാവം കാരണം വളരെ പ്രയാസത്തിലും പ്രശ്നത്തിലും വിഷമത്തിലും ഇരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് എന്തെഴുതാം? अगली 4 पंक्तियों के अंत में कई दिनों के बाद आती है. यहाँ अकाल के बाद का दृश्य है. घर के भीतर दाना आता है, मनुष्य ही नहीं, सभी जीव जंतु खुशी मनाने लगे. പിന്നത്തെ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് എന്തെഴുതാം? പിന്നീടുള്ള 4 വരികൾ കാണിക്കുന്നത് കൈ ദിനോക്കെ ബാദ് എന്ന വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കാരണം എന്താ? കാരണം ക്ഷാമകാലത്തിന് ശേഷമുള്ള ആ ഒരു ദൃശ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വീട്ടിനുള്ളിൽ ധാന്യം വന്നു, അതുകൊണ്ട് തന്നെ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജന്തുക്കളും സന്തോഷമുണ്ട് അവർക്ക്. श्री नागार्जुन की यह कविता आज प्रासंगिक है. प्रकृति पर मनुष्य की अनियंत्रित शोषण से आज प्रकृति का संतुलन नष्ट हो गया है. अकाल एक प्राकृतिक आपदा है, लेकिन इसके होने में मानवीय गतिविधियों का भी होता है. सूखा, बाढ़ और प्राकृतिक प्रकोपों का कारण प्रकृति का मानव द्वारा शोषण ही है. अगस्त 2018 में केरल में हुआ भीषण बाढ़ इस शोषण का नतीजा था. पर्यावरण वैज्ञानिक तेजी से हुई वनों की कटाई को केरल की इस आपदा का दोषी ठहराया. അതായത് ലാസ്റ്റ് പാരഗ്രാഫ് ഇവിടെ എന്താ പറയുന്നത്? നാഗാർജുന്റെ ഒരു ഇന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. പ്രകൃതിയിൽ മനുഷ്യർ ചെയ്യുന്ന ഒരു നിയന്ത്രണമില്ലാത്ത മനുഷ്യരെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയുടെ സന്തുലനം ഇവിടെ നഷ്ടമാകുന്നു, ബാലൻസ് നഷ്ടമാകുന്നു. അകാൽ, ക്ഷാമം ഒരു പ്രാകൃതിക്, ഒരു നാച്ചുറൽ കലാമിറ്റി ആണ്. പക്ഷെ എങ്കിലും ലേക്കിൻ ഇസ്കെ ഹോനേമേ, ഇതിന്റെ കാരണം മനുഷ്യരുടെ പ്രവർത്തികളും ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട്.
സുഖ, ഭാഡ് ഓർ പ്രാകൃതിക്, അതായത് എന്താ ഡ്രോട്ട് എന്നൊക്കെ പറയും, ഡ്രോട്ട്, ഫാമിൻ, അതായത് വരൾച്ച, പിന്നെന്താ ക്ഷാമം, ദാരിദ്ര്യം, ഇതൊക്കെ എന്താണ് മനുഷ്യർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ദുരന്തങ്ങളാണ് ഇതൊക്കെ. കാരണം ഇതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് എന്ത്, ആഗസ്റ്റ് 2018 നമ്മൾ കേരളത്തിൽ കണ്ട വെള്ളപ്പൊക്കം അല്ലേ. ഭാടെന്ന് പറഞ്ഞാൽ എന്താ, വെള്ളപ്പൊക്കം. ഓക്കെ, ഇത് എന്തിന്റെ റിസൾട്ട് ആയിരുന്നു ഈ വെള്ളപ്പൊക്കം? നമ്മൾ മനുഷ്യർ കാണിച്ചത്. കാരണം പര്യാവരൺ വൈജ്ഞാനിക് തേജി, അതായത് ശാസ്ത്രജ്ഞന്മാര് എൻവയറൺമെന്റിനെ കുറിച്ചുള്ള ആ സ്റ്റഡി സർവേ നടത്തിയപ്പോൾ അവർക്ക് റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്, കേരളത്തിൽ വല്ലാതെ ഒരു ലിമിറ്റും ഇല്ലാതെ വനങ്ങളും മരങ്ങളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത്, കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പം ഈ 2 ചോദ്യത്തിന്റെ ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് എന്താ, അകാൽക്ക് ക്യാ ക്യാ കാരൺ ഹോ സക്തേ ഹെ, ചർച്ച കരേ. അതായത് ക്ഷാമത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയായിരിക്കാം, എന്തെഴുതാം നമുക്കിവിടെ. ജബ് കിസി പ്രദേശ് में सामान्य से कम या बहुत कम वर्षा होती है तो उस प्रदेश में अकाल की स्थिति उत्पन्न हो जाती है. अकाल एक प्राकृतिक आपदा है, लेकिन प्रकृति पर मनुष्य के स्वार्थपूर्ण हस्तक्षेप भी इसका मूल कारण है. वनों की कटाई और प्रकृति के साथ अनावश्यक छेड़छाड़ का यह परिणाम है कि कहीं अकाल तो कहीं बाढ़ की परिस्थिति उत्पन्न होती रहती है. वृक्षों की कटाई, अनियंत्रित रेत खनन, कृषि भूमि की सतही मिट्टी खोदना, वैज्ञानिक साधनों का अधिकाधिक उपयोग, कारखानों के अवशेष नदी में डालना, जंगली जानवरों का शिकार ऐसे शोषणों का उदाहरण है. सरल रूप में प्रकृति के अनुकूल जीवन बिताना हमारे उपभोग आसक्ति को स्वीकार्य नहीं था. यही अकाल का मुख्य कारण है. ഇവിടെ എന്താ, അകാലിന്റെ ക്ഷാമത്തിനുള്ള കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ദേശത്ത് മഴ, വർഷം എന്ന് പറഞ്ഞാൽ എന്താ, മഴ ചിലപ്പോൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മഴ കിട്ടേണ്ടതിനേക്കാളും അധികം മഴ നമുക്ക് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ക്ഷാമം ഉണ്ടാകും അല്ലേ. മഴ കുറവാണെങ്കിൽ നമുക്ക് കൃഷി കാര്യങ്ങളിലൊന്നും നമുക്ക് വെള്ളം ലഭിക്കത്തില്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ ക്ഷാമം ഉണ്ടായിരിക്കും അല്ലേ. ഫുഡിന് സ്കേർസിറ്റി കാണും. അതേപോലെ വെള്ളം കൂടുതലാണ്, മഴ കൂടുതൽ പെയ്താൽ എന്ത് സംഭവിക്കും, കൃഷി കാര്യങ്ങളൊക്കെ നാശം സംഭവിക്കും അല്ലേ. അപ്പം ഇത് എന്താണ്, ഒരു കാരണമാണ് എന്തിന്, ക്ഷാമത്തിനുള്ള ഒരു കാരണമാണ്. അകാൽ एक प्राकृतिक आपदा है. അകാൽ ഒരു നാച്ചുറൽ കലാമിറ്റി ആണ്. പക്ഷെ എങ്കിലും ലേക്കിൻ പ്രകൃതി पर മനുഷ്യ മനുഷ്യരുടെ സ്വാർത്ഥത ഒരു വലിയ കാരണം തന്നെയാണ്. ഇതിന്റെ പിന്നിലുള്ളൊരു വലിയ കാരണം എന്താണ്, മനുഷ്യരുടെ സ്വാർത്ഥതയാണ്. വനോക്കി കട്ടായി, കാരണം എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്, അതെ നമ്മൾ മരങ്ങളൊക്കെ മുറിച്ചു കളയുന്നു അല്ലേ. അതേപോലെ എന്താ, വനങ്ങളൊക്കെ നമ്മളെല്ലാം ഇടിച്ച് നികത്തുന്നു. ഇതിലൂടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, മഴ കിട്ടാതെ ആവത്തില്ലേ അല്ലേ. അപ്പൊ ഇത് ഇൻഡയറക്ട്ലി എന്താ സംഭവിക്കുന്നത്, ക്ഷാമം നമ്മൾ തന്നെ ഉണ്ടാക്കി വരുത്തുന്നതാ, കണ്ടില്ലേ. പിന്നെന്താ പറയുന്നത്, ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്, ഒന്നെങ്കിൽ ക്ഷാമം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, വെള്ളപ്പൊക്കം അല്ലേ. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകാനുള്ള സ്ഥലം കിട്ടുന്നില്ല. ഇതിലൂടെ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. വൃക്ഷോക്ക കട്ടായി, മരങ്ങൾ വെട്ടിമുറിക്കുന്നത്, അതേപോലെ നിയന്ത്രണമില്ലാതെ ഖനനം ചെയ്യുന്നത്, പിന്നെന്താണ് കൃഷിഭൂമി അതെല്ലാം നികത്തി നമ്മൾ വീട് വെക്കുന്നത്, ഫാക്ടറികൾ ഇൻഡസ്ട്രീസും ഒക്കെ ഉണ്ടാക്കുന്നത്, കാർഖാന എന്ന് പറഞ്ഞത് ഫാക്ടറികളൊക്കെ. പിന്നെന്താ മൃഗങ്ങളെ, ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ്, അങ്ങനെയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുക, ഹണ്ടിങ് ചെയ്യുന്നത്, വേട്ടയാടുന്നത്, ഇതൊക്കെ നമ്മൾ പ്രകൃതിയെ ചൂഷണം നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ്. ക്ഷാമകാലത്തിന്റെ വലിയൊരു കാരണം ആരാണ്, നമ്മൾ മനുഷ്യർ തന്നെ ആണ്. യഹി അകാൽ കാ മുഖ്യ കാരൺ ഹെ, മുഖ്യമായിട്ടുള്ള കാരണം നമ്മൾ തന്നെ ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി നോക്കാം. ജൽ സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുവേ പോസ്റ്റർ ബനായ ഹെ. വെള്ളം സംരക്ഷിക്കുക, ഇതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ്, വെള്ളത്തിനെ കുറിച്ചോ, ടാപ്പോ, മഴ പെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് നിങ്ങൾക്ക് പടം വരച്ചിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം, പാനി കി രക്ഷ ദേശ് കി സുരക്ഷ, അതായത് വെള്ളം സംരക്ഷിക്കുന്നതാണ് ദേശത്തിന്റെ സുരക്ഷത. അതേപോലെ ജൽ ഹേ തോ കൽ ഹേ, വെള്ളമുണ്ടെങ്കിൽ നാളെയുണ്ട്. ജൽ തോ ഹേ സോന ഇസേ കബി ബി നഹി ഖോന, വെള്ളം സോനയാണ്, അതായത് സ്വർണമാണ്, ഇതിനെ ഒരിക്കലും കളയരുത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ധന്യവാദ്. ഫിർ മിലേംഗെ.